ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു നല്ല സ്ക്രീനറിനെ കുറിച്ചാണ്. അധികം ആർക്കും അറിയാൻ വഴിയില്ലാത്ത ഒരു സ്ക്രീനറാണ്. എന്നാൽ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ്. വളരെ ഈസി ആയിട്ട് നല്ല മ്യൂച്വൽ ഫണ്ടുകൾ സ്ക്രീൻ ചെയ്തെടുക്കാനായിട്ട് ഈ സ്ക്രീനർ ഉപയോഗിച്ചാൽ പറ്റും. അപ്പോൾ നമ്മൾ സ്ക്രീനറിലേക്ക് കിടക്കുകയാണ്. ടിക്കർ ടേപ്പ് എന്ന സ്ക്രീനർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സെലക്ഷൻ നടത്തുന്നത്. ഇതാണ് ടിക്കർ ടേപ്പിൻ്റെ ഇൻ്റർഫേസ്. ഇന്ന് മാർക്കറ്റ് വളരെയധികം അപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്കുകളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സമയമായിട്ട്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സമയമായിട്ടാണ് ഞാൻ കരുതുന്നത്. മാർക്കറ്റ് പോകുന്ന പോക്ക് ഭീകരമായിട്ട് പോവുകയാണ്. ഇന്ന് രാവിലെ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് കണ്ടിന്യൂസ് റാലിയാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 21/6/2022 ടൈം ഇപ്പോൾ 1:18 ആയിട്ടുണ്ട്. ഒരു ചെറിയ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് പോലും നമ്മൾ ഇവിടെ കാണുന്നില്ല. അപ്പോൾ മാർക്കറ്റ് ഇനി മുകളിലേക്കുള്ള റാലി ഒരുപക്ഷെ സ്റ്റാർട്ട് ചെയ്തിരിക്കാം. അതിന് കുറച്ച് ദിവസത്തെ ഡേറ്റയും കൂടെ നമുക്ക് കിട്ടേണ്ടതുണ്ട്. എന്നാൽ പോലും ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ്നെസ് എന്തോ ഒരു നല്ല കാര്യം വരുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. നമുക്കിനി ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലിംഗ് ആൻഡ് ബൈയിങ് ആക്ടിവിറ്റി ഡേറ്റ കൂടി കിട്ടണം. അത് നമുക്ക് വൈകുന്നേരമേ കിട്ടുള്ളൂ. 4-5 മാസമായിട്ട് അവർ സെൽ സൈഡിലായിരുന്നു. അവരെങ്ങാനും ബൈ സൈഡിൽ വന്നാൽ മാർക്കറ്റ് പറക്കും. പിന്നെ നന്നായിട്ട് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളും ഒക്കെ വാങ്ങി തുടങ്ങാൻ പറ്റിയ സമയമായിട്ട്, നല്ല സ്റ്റോക്കുകളും ഒക്കെ വാങ്ങി തുടങ്ങാൻ പറ്റിയ സമയമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഇനി അഥവാ താഴേക്ക് പോയാലും നമുക്ക് പേടിക്കാനൊന്നുമില്ല, കാരണം ഇനി അധികം ഒന്നും താഴേക്ക് പോകാനില്ല. ഓക്കെ, നമുക്ക് ടിക്കർ ടൈപ്പിലേക്ക് തിരിച്ചു പോകാം. ഇവിടെ പല സിമ്പലുകൾ കാണാം. നമ്മളിപ്പോൾ നേരെ സ്ക്രീനറിലേക്ക് പോവുകയാണ്. ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന സ്റ്റോക്കുകളുടെ ചേഞ്ചുകൾ നമുക്കിവിടെ കാണാം. അതായത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ എല്ലാം തന്നെ പച്ചയാണ്. ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് കാണാം. ടിക്കർ ടൈപ്പ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഭാഗത്ത് ഒരു ചെറിയ താഴേക്കുള്ള ഒരു ചെറിയ ഒരു ആരോ പോലെ ഒരു ഭാഗമുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. സ്റ്റോക്കിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ETFസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ETFs എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. നമ്മൾ ഓരോ ഓപ്ഷനെ കുറിച്ച് വിശദമായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വ്യൂവും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു മോട്ടിവേഷൻ ആയിരിക്കും. വ്യൂ കുറവൊക്കെ ആണെങ്കിലേ നമ്മൾ ഒഴിവാക്കുള്ളൂ. ഇനി ഇൻഡീസസിനെ കുറിച്ച് നമുക്ക് ഇവിടെ സ്റ്റഡി ചെയ്യാം. മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് നമുക്ക് ഇവിടെ സ്റ്റഡി ചെയ്യാം. അതിന് താഴെയായിട്ട് സ്ക്രീനേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റോക്ക് സ്ക്രീനർ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റോക്ക് സ്ക്രീനർ വരും. മ്യൂച്വൽ ഫണ്ട് സ്ക്രീനർ ഇതിൽ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മ്യൂച്വൽ ഫണ്ട് സ്ക്രീനറിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാം. ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട് സ്ക്രീനർ അവൈലബിളായി. നല്ലൊരു വലിയ വിൻഡോ. ഇവിടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. സബ് കാറ്റഗറി നമുക്ക് ഇവിടെ കാണാം. അതായത് ഏത് കാറ്റഗറിയിൽപ്പെട്ട മ്യൂച്വൽ ഫണ്ടാണ് അത് എന്നുള്ളതാണ്. പ്ലാന് നമുക്ക് ഇവിടെ കാണാം. ബോണസ് ആണോ, ഗ്രോത്ത് ആണോ, അതോ ഡിവിഡൻ്റ് ആണോ, അതെല്ലാം നമുക്കിവിടെ കാണാം. AUM നമുക്ക് ഇവിടെ കാണാം. AUM എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ വാല്യൂ ഇപ്പോഴത് എത്ര കോടിയിലാണ്, അതായത് എത്ര കോടി അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ടോട്ടൽ വാല്യൂവിനെയാണ് AUM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് CAGR 3 years ഇവിടെ കാണാം. അതായത് 3 വർഷത്തെ ആവറേജ് റിട്ടേൺ, ഒരു വർഷം എത്ര റിട്ടേൺ കിട്ടിയെന്നുള്ളത് 3 വർഷത്തെ ഡേറ്റ എടുത്തിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തതായിട്ട് എക്സ്പെൻസ് റേഷ്യോ എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടിൽ ഓരോ വർഷവും നമ്മൾ കൊടുക്കേണ്ട അധികമായിട്ടുള്ള തുക. ഇപ്പോൾ ഫണ്ട് മാനേജേഴ്സ് നമ്മൾ എടുക്കുന്ന ഫണ്ടിലേക്ക് അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ നടത്താറുണ്ട്. അതായത് ടെക്നിക്കൽ അനുസരിച്ചിട്ടും ന്യൂസ് അനുസരിച്ചിട്ടും ആ ഫണ്ടിൽ അടങ്ങിയിട്ടുള്ള ഷെയറുകൾ അവർ വിൽക്കുകയും വാങ്ങുകയും അങ്ങനെ അതിൽ ചേഞ്ച് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് അവർക്കൊരു അധ്വാനം ആവശ്യമുണ്ട്. ഈ അധ്വാനത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു ചാർജാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് കാണാം SBI ലിക്വിഡ് ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ 0.18 ആണ്. ഇത് പേഴ്സൻറ്റേജ് ആണ്. അതായത് ഒരു വർഷം 0.18% നമ്മുടെ കയ്യിൽ നിന്നും എക്സ്പെൻസ് റേഷ്യോ എന്ന രീതിയിൽ അവരവരുടെ ചാർജ് ഈടാക്കുന്നുണ്ട്. ഇത് വളരെ ചീപ്പാണ് കേട്ടോ. 0.18% എന്ന് പറഞ്ഞാൽ ചീപ്പാണ്. 1%, 1.5%, 2% ഒക്കെയാണ് സാധാരണഗതിയിൽ എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ വിൻഡോയിൽ വരുന്നത്. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഈ എക്സ്പോർട്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ഒരു ഫിൽറ്റർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. 1 ഫിൽറ്റർ അപ്ലൈഡ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഡ് ആയിരിക്കുന്ന ഫിൽറ്റർ നമുക്ക് മാറ്റണമെങ്കിൽ റീസെറ്റ് ഓൾ എന്ന ഭാഗത്ത് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ റീസെറ്റ് ഓൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നോ ഫിൽറ്റേഴ്സ് അപ്ലൈഡ് എന്ന് വന്നു. ഇപ്പോൾ ഇതിൽ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ആഡായിട്ടില്ല. ടോട്ടൽ എത്ര ഫണ്ട്സ് ഇവിടെ അവൈലബിൾ ആണ് എന്ന് ഇവിടെ നോക്കിയാൽ നമുക്കറിയാം. 3700
ഫണ്ട്സ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ സ്ക്രീനേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഓരോ സ്ക്രീനേഴ്സ് കൊടുത്തിട്ട് നമുക്ക് അത് ചെക്ക് ചെയ്യുക, അത് ഫിൽട്ടർ ചെയ്തെടുക്കാം. അപ്പോൾ 3700 മ്യൂച്വൽ ഫണ്ടിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്ന സ്ക്രീനർ ഉപയോഗിച്ചിട്ട് അതിനനുയോജ്യമായ മ്യൂച്വൽ ഫണ്ടുകൾ ഈ സ്ക്രീനർ സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. 40 മ്യൂച്വൽ ഫണ്ടുകൾ ഒറ്റ പേജിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ താഴെ ലേൺ മോർ എന്നൊരു ഭാഗമുണ്ട്. ഞാനവിടെ ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകളും കൂടി നമുക്ക് താഴേക്ക് വന്നു. അതായത് ഇപ്പോൾ 80 മ്യൂച്വൽ ഫണ്ട്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വീണ്ടും ലേൺ മോർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ വീണ്ടും മ്യൂച്വൽ ഫണ്ട്സുകൾ, ആ പേജിലുള്ള മ്യൂച്വൽ ഫണ്ട്സുകൾ ഇവിടെ ആഡാകും. അങ്ങനെ എല്ലാ മ്യൂച്വൽ ഫണ്ട്സുകളും നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. MF യൂണിവേഴ്സ് എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഡിഫാൾട്ടായിട്ട് വരുന്നത് ഫണ്ട്സ് ട്രാക്കിംഗ് നിഫ്റ്റിയുമായിട്ട് ട്രാക്ക് ചെയ്തിട്ട്, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും നിഫ്റ്റിയുടെ റിട്ടേണും ഫണ്ടിൻ്റെ റിട്ടേണും ഇത് രണ്ടും കമ്പയർ ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ക്രിയേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ എന്തെങ്കിലും കാറ്റഗറി നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ലിക്വിഡ് ഫണ്ട്സ് കിട്ടണമെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്താൽ മതി. ELSS ഫണ്ട്സ് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇതൊക്കെ എന്താണ് എന്നറിയാനായിട്ട് ഈ സൈഡിലുള്ള ഒരു ഐ ബട്ടൺ ഉണ്ട്. ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ഏതൊക്കെ ഫണ്ടുകൾ ഇതിലുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി കസ്റ്റം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാറ്റഗറി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാറ്റഗറി എന്ന ഭാഗത്ത് വരുമ്പോഴത്തേനും ഏത് വിഭാഗത്തിൽപ്പെടുന്ന മ്യൂച്വൽ ഫണ്ടാണ് നമുക്ക് വേണ്ടത് എന്ന് അവിടെ നമുക്ക് കാണാം. കമോഡിറ്റി ഫണ്ടാണോ, ഡെപ്റ്റ് ഫണ്ടാണോ, ഇക്വിറ്റി ഫണ്ടാണോ, ഹൈബ്രിഡ് ഫണ്ടാണോ, അതേഴ്സാണോ, മറ്റുള്ള ഫണ്ടുകളാണോ എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഏതാണോ ആവശ്യമുള്ളത്. അപ്പോൾ എനിക്ക് ഒക്കെ ഇഷ്ടമുള്ളത് ഹൈബ്രിഡും ഇക്വിറ്റിയും ഒക്കെ ഫണ്ടാണ്. അപ്പോൾ അതിലേക്ക് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇക്വിറ്റിയുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഇക്വിറ്റി ഫണ്ടുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി ഇതിപ്പോൾ മാറ്റിയിട്ട് നമുക്ക് ഡെപ്റ്റ് ഫണ്ടുകളാണ്, നമ്മളിപ്പോൾ അധികം റിസ്ക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഡെപ്റ്റ് ഫണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെപ്റ്റ് ഫണ്ടുകളുടെ ലിസ്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആകും. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളം ഫണ്ടുകളുണ്ട് എന്നുള്ള ടോട്ടൽ നമ്പർ നമുക്കിവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിൻഡോയുടെ ആവശ്യം അതാണ്. എല്ലാം നമ്മളൊന്ന് ഓടിച്ച് വിടുന്നതുകൊണ്ട് ഇതിൽ അധികം ഡെപ്തിൽ പോകുന്നില്ല. നമുക്ക് അടുത്ത കാറ്റഗറി അല്ലെങ്കിൽ അടുത്ത സംഭവം എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ താഴെയായിട്ട് പ്ലാൻ എന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 തരത്തിലുള്ള ഫണ്ടുകൾ ഇതിലേതൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ IDCW എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്ലാന് IDCW ആയിട്ടുള്ള ഫണ്ടുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അതായത് ഡിവിഡൻറ്റ് കൊടുക്കുന്ന ഫണ്ടുകളാണ് കേട്ടോ. സ്ഥിരമായിട്ട് ഡിവിഡൻറ്റ് കൊടുക്കുന്ന ഫണ്ടുകളാണിത്. ഡിവിഡൻറ്റ് കൊടുക്കുന്നു എന്ന് കരുതിയിട്ട് ഒരുപക്ഷെ റിട്ടേൺ കിട്ടാതിരിക്കുമ്പോഴും ഡിവിഡൻറ്റ് തന്നേക്കാം. ആ സമയത്ത് നമ്മുടെ ക്യാപിറ്റലിൽ നിന്നാണ് ഡിവിഡൻറ്റ് പോകുന്നത്. അതുകൊണ്ട് ചിലവർക്ക് മാത്രമേ ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പെൻഷൻ പ്ലാന് നമുക്ക് ഒരു നിശ്ചിത വർഷം കഴിഞ്ഞിട്ട് ഇത്ര ക്യാഷ് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന്, നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്ക് റിട്ടേൺ വേണമെന്നുള്ള രീതിയിലും അങ്ങനെയൊക്കെ നമുക്ക് ഈ ഫണ്ടുകൾ സെലക്ട് ചെയ്യാം. എല്ലാ ഫണ്ടുകളിലും അത് പറ്റില്ല. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇത് ഡിവിഡൻ്റായിട്ട് നമുക്ക് ക്യാഷ് തരുന്ന മെത്തേഡാണ്. ഇത് ആനുവലിയും കൊടുക്കുന്നുണ്ട്, അതുപോലെ മന്ത്ലിയും കൊടുക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും, നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. ഒന്നാമത് എഡ്യൂക്കേഷൻ ആണല്ലോ. അടുത്ത ഗ്രോത്ത് ഫണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗ്രോത്ത് ഫണ്ടാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഗ്രോത്ത് ഫണ്ടിലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഡിവിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, ഈ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി ഗ്രോ ചെയ്യുന്നു. അപ്പോൾ ഒരു നല്ല ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഗ്രോത്ത് ഫണ്ടാണ്. അടുത്ത് ബോണസ്, ഡിവിഡൻറ്റ് പോലെ തന്നെ ബോണസ് കൊടുക്കുന്ന ഫണ്ടുകൾ. NAV ആയിട്ട് ബോണസ് കിട്ടും, അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് നമുക്ക് ബോണസ് കിട്ടും. നോർമലി ഇത് NAV ആയിട്ടാണ് കിട്ടുക. അതായത് NAV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏത് മ്യൂച്വൽ ഫണ്ടിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു യൂണിറ്റിൻ്റെ വിലയാണ് NAV എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു വർഷമാകുമ്പോൾ ഒരു 10 യൂണിറ്റോ 20 യൂണിറ്റോ അങ്ങനെ നമുക്ക് 0 കോസ്റ്റിൽ കുറച്ച് യൂണിറ്റുകൾ എക്സ്ട്രാ കിട്ടും. അപ്പോൾ അത് ബോണസ് കൊടുക്കുക എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകളുണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് ആ ഫണ്ടുകളൊക്കെ നമുക്ക് വന്നൂല്ലേ. 51 ഫണ്ടുകളുടെ റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോവുകയാണ്. AUM, അതായത് ഫണ്ടിൻ്റെ മൊത്തം വാല്യൂ. ഇത് വലുത് വേണോ ചെറുത് വേണോ എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ 1 എന്ന് എഴുതിയിരിക്കുന്ന 1 കോടിയാണ്. 1 കോടി മുതൽ 58,715 കോടി വരെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 5 കോടിക്ക് മുകളിലുള്ള ഫണ്ടാണ് വേണ്ടതെങ്കിൽ ഇവിടെയും 5 കോടി, ഇവിടെയും 5 കോടി കൊടുത്താൽ മതി. ഇനി 5 കോടിക്കും 10 കോടിക്കും ഇടയ്ക്കുള്ളതാണ് വേണ്ടതെങ്കിൽ ഇവിടെയും 5, ഇവിടെ 10 എന്ന് കൊടുത്താൽ മതി. 20 കോടിക്ക് മുകളിലുള്ളത് വേണമെങ്കിൽ ഇവിടെ മിനിമത്തിൽ 20 കോടിയും മാക്സിമത്തിൽ എത്രയെങ്കിലും 50, 60 എത്ര കോടി അങ്ങനെ കൊടുത്താൽ മതി. അപ്പം വലിയ ഫണ്ടുകൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് ഇവിടെ ലോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
AUM കുറഞ്ഞ ഫണ്ടുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്ന ഫണ്ടിൽ 147.54 കോടിയാണ് AUM. അതുപോലെയുള്ള ഫണ്ട്സ് 922 ഫണ്ട്സ് ഉണ്ട്, അത് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മിഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ AUM ലോയിൽ വരുമ്പോൾ 1 കോടി മുതൽ 148 കോടി വരെയുള്ള ഫണ്ടുകളാണ് നമുക്ക് അവൈലബിൾ ഉള്ളത്. ഇത് നമുക്ക് AUMൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഒരു ചെറിയ ഫണ്ട് കണ്ടോ, ടോറസ് നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ AUM 1.73 കോടി മാത്രമേ ഉള്ളൂ. CAGR 3 വർഷത്തെ CAGR 10.26 ആണ്. ചെറിയ ഫണ്ടാണ്, പക്ഷേ വലിയ ഒരു റിട്ടേൺ ആണ് അത് തന്നിരിക്കുന്നത്. ഓരോ വർഷവും 10% മുകളിൽ റിട്ടേൺ തന്നിരിക്കുന്നു. ഇനി നമുക്ക് വീണ്ടും തിരിച്ചു വരാം. മിഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 148 കോടിക്കും 3257 കോടിക്കും ഇടയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ പറയുന്ന പോലെ തന്നെ ഇവിടെ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ 1857 ഫണ്ട്സിൻ്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഹൈ AUM ഉള്ള ഫണ്ടാണ് വേണ്ടതെങ്കിൽ ഹൈ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വലിയ മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഇനി താഴേക്ക് വരുന്നു. CAGR, അതായത് 3 വർഷത്തെ CAGR ആണ് ഇവിടെ കാണുന്നത്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഈ പറയുന്ന പോലെ ലോയും മിഡും ഹൈയും അവൈലബിൾ ആണ്. ആവറേജ് റിട്ടേൺ ആണ്, 3 വർഷത്തെ ആവറേജ് റിട്ടേൺ ആണ് നമുക്കിവിടെ കിട്ടുക. ഇതിപ്പോൾ 10 എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓരോ വർഷവും 10% വെച്ചിട്ട് ആ ഫണ്ട് റിട്ടേൺ തരുന്നു. എല്ലാ വർഷവും എക്സാക്റ്റ് 10 ആയിരിക്കില്ല, ചില വർഷങ്ങളിൽ 15% ആയിരിക്കും, ചില വർഷങ്ങളിൽ അത് 5%, 6% ആയിരിക്കും, ചില വർഷങ്ങളിൽ 10 ആയിരിക്കും. അങ്ങനെ ആവറേജ് റിട്ടേൺ ആണ് നമ്മൾ CAGRൽ കാണുക. അത് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ലോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -14% മുതൽ 0% വരെ, അതായത് നെഗറ്റീവ് റിട്ടേൺ ഉള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ സ്റ്റോക്കല്ല ഇവിടെ മ്യൂച്വൽ ഫണ്ടുകൾ നമുക്കിവിടെ കിട്ടും. മിഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0-നും 10%-നും ഇടയ്ക്ക് റിട്ടേൺ കൊടുത്തിട്ടുള്ള ഫണ്ടുകൾ നമുക്കിവിടെ കിട്ടും. ഹൈ കാറ്റഗറിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ 10%-നും 36%-നും ഇടയ്ക്ക് റിട്ടേൺ കൊടുത്തിട്ടുള്ള ഫണ്ടുകൾ നമുക്കിവിടെ കിട്ടും. ആ ഒരു വിൻഡോ ഇവിടെയാണ്, CAGR ഇവിടെയാണ് നമ്മൾ കാണുക. ഇത് നമുക്ക് അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ വലുത് മുതൽ ചെറുത് ആയിട്ടുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 30% റിട്ടേൺ കിട്ടിയിട്ടുള്ള ഫണ്ട്, ആ ഫണ്ടിൻ്റെ പേര് നമുക്കിവിടെ കാണാം, PGIM ഇന്ത്യ മിഡ് ക്യാപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്. അപ്പോൾ ഈ ഫണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ഈ ഫണ്ടിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ NAV നമുക്ക് കാണിക്കുന്നുണ്ട്, ഒരു മാസത്തെ റിട്ടേൺ കാണിക്കുന്നുണ്ട്, ഒരു വർഷത്തെ റിട്ടേൺ കാണിക്കുന്നുണ്ട്, 52 വീക്ക് ഹൈയും 52 വീക്ക് ലോയും കാണിക്കുന്നുണ്ട്, CAGR കാണിക്കുന്നുണ്ട്, എക്സ്പെൻസ് റേഷ്യോ കാണിക്കുന്നുണ്ട്, വളരെ ചെറുതാണ് കേട്ടോ, 0.45% ഉള്ളൂ. AUM കാണിക്കുന്നുണ്ട്. അതുപോലെ ഇത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ഈ ഫണ്ടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. ഇൻവെസ്റ്റ്മെൻറ്റ് ചെക്ക് ലിസ്റ്റ് നമുക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വിൻഡോയാണ്. ഇവിടെ അതിൻ്റെ റിട്ടേൺസിനെ പറ്റിയും എക്സ്പെൻസ് റേഷ്യോയെ പറ്റിയും റിട്ടേൺ vs FD റേറ്റ്സിനെ പറ്റിയും റെഡ് ഫ്ലാഗിനെ പറ്റിയും ഒക്കെ വിശദമാകുന്നുണ്ട്. അതുപോലെ തന്നെ ചാർട്ട് നമുക്കിവിടെ കാണാം. 5 വർഷത്തെ ചാർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. 1 മാസത്തെ ചാർട്ട്, അതുപോലെ 6 മാസത്തെ ചാർട്ട്, അതുപോലെ 1 ഇയർ ചാർട്ട്, അതുപോലെ 3 ഇയർ ചാർട്ട്, 5 ഇയർ ചാർട്ട്, മാക്സിമം ചാർട്ട്, ഇതെല്ലാം നമുക്ക് SIP, ഇതെല്ലാം നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഫ്രണ്ട്സ്, ഈ സ്ക്രീനറിൻ്റെ 1% പോലും നമ്മളായിട്ടില്ല. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്തി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ നമുക്ക് ഇതിനൊരു പാർട്ട് 2ഉം പാർട്ട് 3ഉം പാർട്ട് 4ഉം ഒക്കെ നമുക്ക് കൊണ്ടുവരാം. നമുക്കിതുപോലെ ചെറിയ വീഡിയോ ആയിട്ട്, ഈ ചെറിയ വീഡിയോ ആണെങ്കിലും ഇതിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട്. ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് അടുത്ത വീഡിയോകളിൽ കൊണ്ടുവരാം. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്, രാജേഷ്, ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ, കാരണം പാർട്ട് 2 ഉടനെ വരുന്നുണ്ട്.